ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ ഇങ്ങനെ പോണു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു കേട്ടോ. അപ്പോൾ എന്നാലും സുഖമെന്ന് പറയാമല്ലേ. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ദുഃഖം മാത്രമുള്ള ലൈഫ് അല്ലാത്തതുകൊണ്ട് തന്നെ സുഖമല്ല എന്നൊരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. കാരണം നമ്മളെക്കാട്ടിലും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്, കാണാത്ത കാര്യങ്ങളും ഉണ്ട് ഒരുപാട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും സുഖമല്ല എന്ന് പറയരുത് എന്നുള്ള ഒരു തത്വം ആലോചിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയണ സുഖമായിരിക്കണു കേട്ടോ. അല്ലറ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ ഒരു മഴയുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ് കാണിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് പുതിയ വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരുപാട് നാൾ മുന്നിലത്തെ ഒരു വ്ളോഗ് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ വീഡിയോസാണ് തൽക്കാലത്തേക്ക് നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഹമ്മദാബാദിലെ രണ്ടാമത്തെ വീട്ടിലേക്ക്, അതായത് സ്കൂൾ തുറന്ന് ഫസ്റ്റത്തെ വീട്ടിലേക്ക് മാറിയത് നിങ്ങൾ നമ്മുടെ വ്ളോഗ് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേറൊരു വീട്ടിലേക്ക്, ആ വീട് മാറി വേറൊരു വീട്ടിലേക്ക് മാറിയിടത്താണെങ്കിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉള്ളിൽ കയറുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആണി അടിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം അഹമ്മദാബാദ് ബറോഡയിൽ പോയിട്ട് ബറോഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് രാവിലെ പുലർച്ചെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം 2 ജനലിൽ കൂടെയാണ് നമ്മുടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിനോ ഞാൻ അതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തപ്പോഴാണ്, അതായത് നമ്മുടെ നെയിലും കൂടെ നമ്മുടെ താഴത്തെ നിലം എന്ന് പറയണത് വൈറ്റ് കളർ ടൈൽസ് ആയതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകതരം ടൈൽസാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളം ഉണ്ടെങ്കിലും നമുക്കങ്ങനെ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. നോക്കുമ്പോൾ 2 സൈഡത്തെ ജനലിൽ കൂടിയും വെള്ളം ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ ജനൽ പകുതി അടഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആണി അടിക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമ്മൾ വൈഫൈയുടെ വയർ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. അപ്പോൾ അതിലൂടെയാണ് കുറേ വെള്ളമൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജനലിൽ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ വീടല്ലേ. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ജനലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളിലൂടെയാണ് വെള്ളം വരുന്നുണ്ടായിരുന്നത്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ വീട്ടിൽ ബറോഡയിൽ നിന്ന് നമ്മൾ അഹമ്മദാബാദിലേക്ക് വന്ന ശേഷം പുതിയ വീട്ടിനകത്ത് നമ്മൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഒതുക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നാട്ടിൽ പോകുന്ന സമയത്ത്, വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്തൊക്കെയോ ചെയ്ത് നമ്മൾ അങ്ങ് ഒഴിവാക്കി അങ്ങ് പോയി എന്നുള്ളത്, കുറച്ചൊന്ന് ഒതുക്കി അങ്ങ് പോയി എന്നുള്ളതാണ്. വന്ന ശേഷം നമ്മൾ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. അതായത് ചിലപ്പോൾ എന്തുകൊണ്ടോ എനിക്കറിയില്ല, നമ്മൾ അവിടുത്തെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീടൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറയില്ലേ, ചില ആൾക്കാരുടെ വീട് കാണുമ്പോൾ, ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ 1-2 നെയ്ബേഴ്സിൻ്റെ വീട് കാണുമ്പം ഒരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. ഇവിടെ വന്ന ശേഷം നമ്മൾ വീടിനകത്ത് ഇങ്ങനെ അടച്ചിരിക്കും, ആരും വരാനില്ല, നമുക്ക് എവിടെയും പോയി ഒന്നും കാണാനില്ല, നമുക്ക് സ്വയം മോട്ടിവേറ്റിനൊന്നും കാണാനില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട് അങ്ങനെ ഒരു വൃത്തിക്കൊന്നും അല്ല ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ മടിച്ച് ഇങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. ആദ്യമുള്ള ആ ഒരു വീടിൻ്റെ രീതിയും അത് വൃത്തിയാക്കി എടുത്ത ശേഷമുള്ള രീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് യൂട്യൂബ് ചാനലുകാരനായിട്ട് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അതായത് ഒരുപാട് പേര്, എനിക്കിപ്പം ഹസ്ബൻഡ്, ഒരു കുട്ടി, അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് വേറെ കൂടെ വേറെ ആരും ഇല്ല, എന്നിട്ടും ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഒരു തോന്നൽ മനസ്സിൽ. അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ വീട് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുന്ന ആൾക്കാർ, ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഒരുപാട് ഒന്നിൽ കൂടുതൽ മക്കളുള്ള ആൾക്കാർ, ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബേഴ്സ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ യൂട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, അതുപോലെ മറ്റുള്ള എന്താ പറയുക, മറ്റുള്ള കാര്യങ്ങൾ, അതായത് പ്രൊമോഷൻ, ഇത് ഓരോ പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ. അവരെ കണ്ടപ്പോൾ എനിക്കും തോന്നി, ഞാൻ മറ്റുള്ളവരുടെ ചാനൽ കണ്ടിട്ട് പ്രൊമോട്ട് ആവുന്നുണ്ടെന്നല്ലാതെ എന്നെ കൊണ്ടൊന്നും ആക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഞാനത് ആലോചിച്ചു,
അയ്യോ അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയിട്ട് അവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അത് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ എന്തിനും മടിച്ചിരിക്കണം എന്നുള്ള ഒരു തിങ്കിങ് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. അപ്പം ഞാൻ കരുതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഒന്ന് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സക്സസ് ആകും എന്നല്ല, എന്നാൽ പോലും ലൈഫിനെ സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെ. പിന്നെ ഒരു റീസണും കൂടെ ഉണ്ട് അതിനിടയിൽ. ഈ കാര്യം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷേ മെയിൻ ഞാൻ ഇതിപ്പോൾ വൃത്തിയാക്കാനുള്ള ഒരു കാരണം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ അജുവേട്ടൻ പറഞ്ഞു നമ്മൾ മാസ ശമ്പളക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അജുവേട്ടൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകിട്ട് പച്ചക്കറി അതുപോലെ തന്നെ അല്ലാത്ത പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം, അതല്ലേ സത്യം. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങിച്ച് വേസ്റ്റ് ആക്കി എടുക്കണ്ട. അപ്പം ആൾ പറഞ്ഞതും ശരിയാണല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല മാസ ശമ്പളക്കാരാകുമ്പോൾ, മന്ത്ലി വൺസ് വാങ്ങിക്കുമ്പോഴേ ആൾക്കും അത് പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്. അപ്പം അത് ഞാൻ വിചാരിച്ചു അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൃത്തിയാക്കുകയും കൂടെ ചെയ്യുമ്പം വൃത്തിയാവുകയും ചെയ്യും, ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളത് അറിയാൻ കൂടെ സാധിക്കും. അപ്പം എന്തായാലും നമുക്ക് വാചകടിച്ച് ഞാൻ സമയം കളയുന്നത്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. നമ്മുടെ വീടിനകത്ത് സ്ഥലം വളരെ കുറവാട്ടോ ഈ പുതിയ വീട്ടിലെന്ന് പറഞ്ഞാൽ. അതായത് പൊതുവെ അഹമ്മദാബാദ് വീടുകളിൽ സ്ഥലങ്ങൾ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അതായത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന കബോർഡ് കാര്യങ്ങളതൊക്കെ റൂമൊന്നും കബോർഡില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ. നമ്മൾ ബറോഡയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബറോഡത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് തുണി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് അജുവേട്ടൻ്റെ തുണിയും ആദിക്കുട്ടിൻ്റെ തുണിയും അത്യാവശ്യം വേണ്ടതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ തുണികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അത്യാവശ്യം തുണികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ഏറ്റവും താഴെ സൈഡിൽ വലിയ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കുഞ്ഞു 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 ഡബ്ബകൾ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങൾ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലത്തും വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മുടെ എൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുമാതിരിപ്പെട്ട തുണികളും കാര്യങ്ങളും കേട്ടോ, എല്ലാം എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമ്മളെല്ലാം തിങ്ങി ഞെരുങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ട് തോന്നുക, ഒട്ടും സ്ഥലമില്ലാത്ത പോലത്തെ ഒരു ഫീലോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എല്ലാം ഒന്ന് എടുത്തിട്ട് പിന്നെ ഒന്നെടുക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും വെച്ചിട്ട് ഭയങ്കര വൃത്തിയോടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശരി ഒന്നാലും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ പാത്രങ്ങളായിട്ട് വെളിയിലെടുത്തു. അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ പാത്രങ്ങളും സാധനങ്ങളും ആണോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് പാക്കറ്റോടെ ഇരിക്കുന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ ആ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഡബ്ബയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. എല്ലാം നമ്മൾ പാത്രത്തിനകത്തിട്ട് അതൊക്കെ കവറൊക്കെ ഒഴിവാക്കി അതുപോലെ ബോട്ടിൽസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നത് ആൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അതും ഞാൻ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ പൊട്ടിച്ചിടുന്ന സമയത്ത് നമുക്ക് സ്പെയർ ആയിട്ട് ഒരിക്കലും വീട്ടിൽ കാലിയേക്ക് വെക്കാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ബുക്കിനകത്ത്. അതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ പേജ് കീറി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോകല്ലേ വേണ്ടു മൊബൈലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ പതുക്കെ ആ പാത്രങ്ങളെല്ലാം എടുത്ത് എല്ലാം നമ്മളൊന്ന് കൊട്ടി വൃത്തിയാക്കി വെച്ച് എല്ലാം പാത്രങ്ങളിൽ ഇട്ട് കൊടുക്കേണ്ട എല്ലാം നമ്മൾ ഇട്ട് വെച്ച് അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ അവനവൻ്റെ വീടുകളാകുമ്പോൾ നമുക്ക്, അതായത് ഞാൻ ഒത്തിരി മുൻപ് അജുവേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു സാധനവും ഒരു സ്ഥലം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന മമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്നേരം മമ്മിയെ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കൊരു കൃത്യനിഷ്ഠയാണ് കേട്ടോ. എല്ലാവരും പറയുമായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെയൊക്കെ എല്ലാം കൃത്യമാണ്. അതുപോലെ തന്നെ സമയം വൈകുന്നേരം നമ്മൾ അടിച്ചുവാരി തുടയ്ക്കുന്ന നാട്ടിലത്തെ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചുവാരി കഴിഞ്ഞിട്ടേ നമ്മൾ വിളക്ക് വയ്ക്കുള്ളൂ. അതും കറക്റ്റ് നാട്ടിലൊക്കെ നമ്മൾ അമ്പലത്തിൽ വെടിപൊട്ടുന്ന സമയം 5:45 എന്നൊരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും ഞാനിവിടെ അടിച്ചുവാരലും എല്ലാം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പൊക്കെ ചെയ്യും. നാട്ടിലത്തെ അതേ ഇത് തന്നെയാണ് ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു.
അന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പറയില്ലേ കാരണവന്മാരുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലി ആയിട്ടും മുതിർന്നവർ വീട്ടിലുണ്ടാകുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ അവരെ പേടിച്ചിട്ട് എല്ലാം ചെയ്യും. അവരെ പേടിച്ചിട്ടെന്ന് വെച്ചാൽ അവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുമെന്ന്. അത് സത്യമാണ് കേട്ടോ. പിന്നെ ദേ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഗ്രോസറി ഐറ്റംസും മറ്റേ സ്ഥലത്ത് നമ്മൾ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ശീലം എന്താ പറയുക, അങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അതുകൊണ്ടുള്ള ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാരണവന്മാരെ പേടിച്ച് ജീവിക്കുന്ന സമയത്ത് കുറച്ച് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും നമുക്കുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡും നമുക്കുണ്ട് കേട്ടോ അതിൽ. പക്ഷേ സ്വന്തമായിട്ട് ഞങ്ങൾ മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പം നമുക്ക് വയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ചെയ്യും, പിന്നെ എപ്പോൾ വഹിക്കുന്നോ അപ്പം ചെയ്യും. അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. മറിച്ച് നമ്മൾ എന്താ പറയുക, ജോയിൻറ്റ് ഫാമിലിയുടെ താമസിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാരെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അയ്യോ അവർ വഴക്ക് പറയും, അയ്യോ അവർ എന്താ പറയുക വല്ലതും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു റുട്ടീനായിരുന്നു നമ്മുടെ. സെയിം അതേപോലെ ഇവിടെ നമ്മുടെ അഹമ്മദാബാദ് വന്ന ശേഷം പിന്നെ ആരും വരാനില്ല നമ്മുടെ ഈ വീട്ടിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മളുണ്ട്, നമ്മുടെ ലോകം, അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ അങ്ങനെ ആരും ഇങ്ങോട്ട് വരാനില്ല. ഏറെ വന്ന അജുവേട്ടൻ്റെ അച്ഛനും അമ്മയും വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ വരുന്ന സമയം നമുക്കറിയാമല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും ഏകദേശം ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നതല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റുട്ടീനായിട്ട് അയ്യോ ആരെങ്കിലും വന്നാൽ കണ്ട എന്ത് തോന്നും അങ്ങനത്തെ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അതില്ല കേട്ടോ. ആദ്യമൊക്കെ അജുവേട്ടൻ കൂടെ നമ്മൾ ഇല്ലാതെ മാറി നിന്ന് ജീവിച്ചിട്ട് പിന്നെ അജുവേട്ടൻ അപ്പം നമ്മൾ അജുവേട്ടൻ വരുന്ന സമയങ്ങളിൽ വൃത്തിയാക്കുമായിരുന്നു. എങ്ങാനും വയ്യെങ്കിൽ വൃത്തിയാക്കിയില്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയണത് വേറെ ഉള്ളപ്പോൾ. അപ്പോൾ ഇവിടെ വന്ന ശേഷം ആൾ കൂടെ തന്നെ ആകുമ്പം അയ്യോ ആൾ ചീത്ത പറയുമോ, നീ നിനക്ക് എന്താ ഇവിടെ പണി, നീ എന്താ ഫുൾ ടൈം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ അത് ശീലമായി. കാരണം നമ്മൾ വൃത്തിയാക്കുന്നു, അവരും കൂടെ വൃത്തികേടാക്കാനുണ്ട്. മെയിൻ ഇവിടെ വൃത്തികേട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുണിയുടെ ആട്ടോ ഇവിടെ മെയിൻ വൃത്തികേട് കാണും നമ്മുടെ ഈ വീട്ടിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി ഇട്ട് കഴിഞ്ഞാലും അതുപോലെ വെളിയിൽ നമുക്ക് അയക്കോല് കെട്ടാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമുള്ള സ്ഥലവും സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ തുണി ഉണങ്ങാനിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാൻഡ് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ചിട്ടേ തുണി കഴുകുള്ളൂ അല്ലേ. അപ്പോൾ 1-2 തുണികളായിട്ട് നമുക്ക് മെഷീനിൽ അങ്ങനെ കൂടുതലും ഇടാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ തുണി കഴുകിയെടുക്കുക ചെയ്യുന്ന സമയത്ത് നമ്മളത് ഉണങ്ങാനിടുമ്പോൾ ഒരുമിച്ച് വേണം ഉണങ്ങാനിടാൻ. ആ ഒരുമിച്ച് മടക്കി വയ്ക്കാൻ പറ്റിയില്ല ആ സാഹചര്യത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി കട്ടിലിടും. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഹാളിലായിരുന്നു കിടക്കാറുണ്ടായിരുന്നു. അപ്പോൾ റൂമത്തെ കട്ടിൽ ഫുള്ളായിരുന്നു എപ്പോഴും തുണികൾ. കാരണം ഇതാണ്, മടക്കി കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കുന്നുള്ള മടി കാരണം മടക്കാൻ ഞാൻ മാക്സിമം മടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരുവിധം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പനിയും അതുപോലെ തന്നെ ഇപ്പോൾ ആസിഡിറ്റിയുടെ പ്രശ്നവും വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പഴയ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ പഴയ നമ്മുടെ ലൈഫ് വ്ളോഗ്സൊക്കെ ഇട്ട് വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് എവിടേക്കോ എത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോറേജ് ബോക്സിനകത്ത്, അതായത് കുറേ പാക്കറ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇല്ലയെന്ന് വിചാരിച്ച് വീണ്ടും വാങ്ങിക്കും എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒക്കെ സ്റ്റോറേജ് സ്പേസുകളിലാക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റോറേജ് സ്പേസുകളിലാക്കി വെച്ച ശേഷം പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനെന്നല്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ അജുവേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് മുന്നേ നമ്മുടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പം എന്നെ പോലെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് കൂടുതൽ വൃത്തിയാക്കുന്നത് വീട് എന്ന് പറയുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നമുക്ക് കൂടെ എന്താ പറയുക അതിങ്ങനെ വൃത്തിയാക്കാൻ ധൃതി വെച്ച് വൃത്തിയാക്കുക അങ്ങനെയുള്ള എന്നെപ്പോലെ ഇങ്ങനത്തെ ആരെങ്കിലും ഹാബിറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അതുപോലെ ഈ ഹാബിറ്റ് മാറ്റാൻ പറ്റിയ ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ പൊടി കൊട്ടി വയ്ക്കുന്നുണ്ട്. സാമ്പാർ പൊടി എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ 4 പാക്കറ്റ് മറ്റോ കൊണ്ടുവന്നിട്ട് മമ്മിയുടെ അവിടെയും കൊടുത്തു, ഞാനും എടുത്തു. പക്ഷെ പിന്നെ നമ്മൾ വൃത്തിയാക്കുമ്പോഴാണ് കണ്ടത് അതിന് മുന്നേ കൊണ്ടുവന്ന സാമ്പാർ പൊടിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ.
അപ്പോൾ അത് ചീത്തയായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പാക്കറ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു കണ്ടെയ്നറിനകത്ത് ആക്കിയിട്ട് നമ്മൾ സാധാരണ മസാലയൊക്കെ വെക്കുന്ന ബോക്സിനകത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ സാമ്പാർ മാക്സിമം നമ്മളിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലാണ്ട് സാമ്പാർ കൂടുതൽ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്തൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഒരു കഷ്ണവും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കറിയാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പാർ പൊടി അങ്ങനെ അധികം ചിലവില്ലാത്തതുകൊണ്ട് തന്നെ, പക്ഷെ ഇത്രയുണ്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വേഗം നമ്മൾ കൊട്ടി വെച്ചു, പാത്രത്തിൽ കൊട്ടി വെച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കറികളിലും കുറേശ്ശെ ഇടുമ്പോൾ തീരുകയും ചെയ്യും. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് അച്ഛനോട് വാങ്ങിച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കളഞ്ഞു എന്ന് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം എല്ലാത്തിലും കുറേശ്ശെ ഇട്ട് നമുക്ക് തീർക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കറികളിലും അച്ഛൻ സാമ്പാർ പൊടി ചേർക്കും. ആൾക്കതൊരു ഒരു ഭയങ്കര ഒരു ശീലം കേട്ടോ, ഏത് കറിയാണെങ്കിലും. അങ്ങനെ പിന്നെ ഞാൻ വേഗം ആ കൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊട്ടി വെച്ചെടുത്ത ശേഷം കുറേ കവറുകളൊക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കവറുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കുറേ നമുക്ക് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കവറുകളൊക്കെ എടുത്ത് നമ്മളൊരു സ്ഥലത്ത് ഫോൾഡ് ചെയ്ത് വെച്ചു. വേണ്ടാത്ത കവറുകളൊക്കെ എടുത്ത് നമ്മൾ കളയാനിട്ടു. അതുപോലെ തന്നെ ബാക്കി നമ്മൾ കൊട്ടി വെച്ച സാധനങ്ങളുടെ പിന്നീട് നമുക്ക് നമ്മുടെ ചായപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ വെള്ളം പോലെയുള്ള വേസ്റ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ വെറ്റായിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും എന്നുള്ള, ഡ്രൈ അല്ലാതെ വെറ്റായിട്ടുള്ള വേസ്റ്റുകളുള്ളതൊക്കെ ഞാൻ ഒരിക്കലും ഡസ്റ്റ്ബിന്നിൽ ഡയറക്റ്റ് ഇടാറില്ല കേട്ടോ. അതൊക്കെ ഞാനൊരു കവറിനകത്താക്കിയിട്ട് രാവിലെ ആകുമ്പോൾ അവർ ഡസ്റ്റ്ബിൻ എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് ഡസ്റ്റ്ബിന്നിൽ കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കവറുകൾ പോലും ഞാൻ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരുന്നുണ്ട്. അതായത് അവിടെ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അടിച്ചു വാരിയിട്ട് കൈയോടെ ഒന്ന് വാരി എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര പൊടി, ഓൾറെഡി പൊടിയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടി നടക്കും. പിന്നെ എല്ലായിടവും വൃത്തിയിടാവും. പിന്നെ ചിലപ്പോൾ ആദ്യക്കുട്ടനും അജുവേട്ടനൊക്കെ ഈ പറഞ്ഞ ചിലപ്പോൾ ചവിട്ടി അതുകൊണ്ട് ബെഡിന് മുകളിൽ കയറിയെന്ന് വരും. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാൻ അവിടെ ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ട്. അടിച്ച കൈയോടെ കുപ്പയും എടുത്ത് നമ്മൾ കച്ചറബയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഒതുക്കൽ കഴിഞ്ഞു എന്നൊക്കെ പറയാം നിങ്ങൾക്കല്ല, സോറി എനിക്ക്. അപ്പോൾ ഇനി നമ്മളിത് ഈ മേളിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇച്ചിരി വലിച്ച് വാരി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി അവിടെ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നു. രാവിലെ മുതൽ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു, നമുക്ക് ഇഡ്ഡലിയും ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തൊട്ട് വിചാരിച്ചു. ഇഡ്ഡലിക്കല്ല, ആപ്പത്തിനുള്ള മാവ് മറന്നുപോയി, സോറി ഗൈസ്. അപ്പോൾ ആപ്പത്തിനുള്ള മാവ് അരച്ച് വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അതെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം വലിച്ചു വാരി ഇടാതെ പറ്റുന്നിടത്തോളം നമ്മൾ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. സാധനം മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും കേട്ടോ. വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടും ഞാനും കൂടെ താഴേക്ക് പോവാണ്. താഴെ അജൂട്ടം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് വന്ന് എളുപ്പം ഞങ്ങൾ താഴേക്ക് പോകണേ. ചെറിയ മഴയും പാറുണ്ട് കേട്ടോ. പറ്റുന്നിടത്തോളം കാണിക്കാം വീഡിയോ. അങ്ങനെ നമ്മൾ സ്റ്റാർ ബസാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ബസാറിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ വാങ്ങിക്കാൻ വരാറുള്ളത് സ്റ്റാർ ബസാറിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ചില ആളുകൾ ചിലപ്പം നെഗറ്റീവായിട്ടൊക്കെ പ്രതികരിച്ചു എന്ന് വരുമല്ലോ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അതുകൊണ്ട് പേടിച്ചിട്ട് അജുവേട്ടൻ എന്നെ വഴക്ക് പറയും. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഉള്ളിൽ പോയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് നമ്മൾ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യക്കുട്ടന് ബുക്ക് ഉള്ളത് പെൻഡിങ് ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാജ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ സ്റ്റേഷനറിയിലാണ് ഇവരുടെ സ്കൂളിലത്തെ എല്ലാ ബുക്സും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുജറാത്തി ബുക്ക് പെൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളത് അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ വേഗം നമ്മൾ പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴച്ചാറ്റിലുണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ട്രാഫിക്കുമാണ് കേട്ടോ. ഇത് കണ്ടോ, റോഡ് സൈഡിലൊരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു കുഞ്ഞിനെ നമ്മൾ ഈ നമ്മുടെ ഒരു സിനിമയിലുണ്ടല്ലോ എന്ന പോലെ ഇങ്ങനെ ദിലീപിൻ്റെ സിനിമയിലുള്ള പോലെ ഇങ്ങനെ ഒരു കയറിൻ്റെ മുകളിൽ കൂടെ നടത്തിക്കേട്ടോ. എന്താ ചെയ്യുക, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞിക്കുരെന്ന് പറഞ്ഞ മൂവിയിലുള്ള പോലെ. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് അങ്ങനെ ഇതേ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മാങ്ങയാണ് കേട്ടോ. നമ്മുടെ കിളിമൂക്ക മാങ്ങയില്ലേ, അതാണ് വാങ്ങിച്ചിരിക്കുന്ന ഒരു സാധനം.
പിന്നെ നമ്മൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൈര് വാങ്ങിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചു. ഇത് ബ്രെഡ്, ചെറിയൊരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, വൈറ്റ് ബ്രെഡ്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരുടെയും അങ്ങനെ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ മല്ലിയില, നാളെ വേണം ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാൻ. ഇപ്പോൾ രാത്രിയൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജ് വെക്കണം. ഇത് പുതിനയില, നാളെ വേണം എല്ലാം എടുത്തൊന്ന് നമുക്ക് വൃത്തിയാക്കി സെപ്പറേറ്റ് ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇത് വന്നിട്ട് ഗ്രീൻ ചില്ലിയാണ്. അതുപോലെ ഒരു നമ്മുടെ എന്താ പറയുക, ബോട്ടിൽ ഗാർഡ് പടവല ദൂതിക്ക് എന്താ പറയുക, ഒരു ചൊരക്ക മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു, നമുക്ക് ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട്. പച്ചക്കറികളെന്നോട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നേക്കാൾ ഇതെന്താണ്, ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് വെണ്ടയ്ക്ക. നമുക്ക് ചപ്പാത്തി ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇന്നലെ 116 രൂപ ഉണ്ടായിരുന്നു, കടയിൽ 100 രൂപ പറഞ്ഞു. ഇത് 85 രൂപ കേട്ടോ കിലോ. സ്റ്റാർ ബസാർ എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റാർ ബസാറിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ബീട്രൂട്ടാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്ക് വേണ്ടപ്പെട്ട മെയിനൊരു സാധനമാണ്, കുക്കുംബർ. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് 2 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിന് ഇരിക്കട്ടെ, നമുക്ക് ഇരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമല്ലല്ലോ. പിന്നെ ഒരു മാറ്റ് മേടിച്ചിട്ടുണ്ട്. മാറ്റ് അതിലോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനെ എത്ര 3 കിലോ അല്ല 2 കിലോൻ്റെ ഒരു ഉള്ളിയുടെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 3 കിലോൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബണ്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ 3 കവർ നമ്മൾ 1/2 ലിറ്ററിൻ്റെ പാൽ മേടിച്ചിട്ടുണ്ട്, 1 ലിറ്ററിൻ്റെ തൈര് മേടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്ന ശേഷം ആ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ഫ്രിഡ്ജിലും, അതല്ലാതെ വരുന്ന സാധനങ്ങൾ വെളിയിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വെളിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രിഡ്ജൊക്കെ കണ്ട് നിങ്ങൾ ബോധം കെട്ട് പോവും, എല്ലാം കുത്തി തിരികെ വെക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഒരു ദിവസം സമയം എടുത്തിട്ട് ഇനി കബോർഡ് വൃത്തിയാക്കിയ പോലെ തന്നെ ഫ്രിഡ്ജും വൃത്തിയാക്കണം. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കേണ്ടത്. അത് ചെറിയൊരു ടിപ്പാണ്. അതായത് നമ്മൾ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ആപ്പം അത്തരം സംഭവങ്ങളിലൊക്കെ നമ്മൾ അരയ്ക്കാൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്കത് പിറ്റേ ദിവസത്തിന് പുളിച്ചു എന്ന് വരില്ല. അതായത് തണുപ്പ് സമയങ്ങളിൽ കേട്ടോ, മഴ സമയം അല്ലെങ്കിൽ തണുപ്പ് സമയങ്ങളിൽ പുളിച്ച് വന്നു എന്ന് വരില്ല. പിന്നെ ഞാൻ ഈസ്റ്റോ അങ്ങനത്തെ സംഭവം സോഡയൊന്നും ചേർക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത് പുളിച്ച് വന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അത് പുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് തിളപ്പിച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ട് വെക്കണം നമുക്ക്. അപ്പം നമ്മൾ അങ്ങനെ അത് വാഷ് ബേസിൻ്റെ സൈഡിലാട്ടോ വെക്കേണ്ടത്. ഇതിന് മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ എപ്പോഴും വെക്കാറുള്ള ആളാണ് ഞാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് പറഞ്ഞിട്ട് അബദ്ധത്തിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചപ്പാത്തി മാവ് ഒഴിക്കുന്ന ഒരു പരന്ന പാത്രം എടുത്തിട്ട് അത് അടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക, ചൂടാക്കി വെച്ചിട്ടുള്ള ചുടുവെള്ളം അത് നമ്മൾ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു നെറ്റുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ചൂട് തട്ടിയിട്ട് അടിയിൽ കട്ട കുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാവ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറ്റിയ അബദ്ധം 2 അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇത്തവണ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അതായത് നെറ്റുള്ള പ്ലേറ്റ് വെക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പൊന്താൻ ഇച്ചിരി പാടായിരുന്നു. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റിൻ്റെ ഇത് ആവശ്യമില്ല. അതൊരു അബദ്ധമായിരുന്നു. അധികം പൊന്തിയുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ചൂടുവെള്ളത്തിന് മുകളിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു. നെറ്റുള്ള പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി അതുപോലെ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം വാഷ് ബേസിൻ്റെ അവിടെ വെക്കാണ്ട് അടുക്കളയുടെ അവിടെ വെച്ചിട്ട് മൊത്തം പ്ലാറ്റ്ഫോമിൽ മാവ് പൊന്തിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ പാല് തിളപ്പിച്ച ഉടനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ പാലിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.